നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എക്സ്റ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആലപ്പുഴ ബൈപ്പാസിൻ്റെ അപ്രോച്ച് റോഡ് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ്. ആലപ്പുഴ ബൈപ്പാസ് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27/3/2026 എടുത്ത വീഡിയോ ആണ്. രാവിലെ ഏകദേശം ഒരു 8 മണിക്കും 10 മണിക്കും ഇടയ്ക്കായിട്ടാണ്, 8 മണി കഴിഞ്ഞ് 10 മണിക്ക് ഇടയ്ക്കായിട്ടാണ് വീഡിയോ എടുത്തത്. ആദ്യം നമ്മൾ എടുത്ത വീഡിയോ, ഈ ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ അരൂർ മുതൽ തുറവൂർ വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഡ്രോൺ വീഡിയോ ആണ് ചെയ്തത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാലത്തിൻ്റെ മുകളിൽ ഭാഗത്ത് കാണിച്ചുകൊണ്ടെന്നാ എടുക്കാൻ കുറച്ച് മാറ്റിയിട്ടാണ് വീഡിയോ എടുത്തത്. കാരണം നമ്മൾ പാലത്തിൻ്റെ അടിയിൽ നിന്നും കൺട്രോളറുമായിട്ട് വരുന്ന സമയത്ത് മേളിൽ ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ കണക്റ്റ് ആവാൻ പാടുള്ളത് കൊണ്ട് തന്നെ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഇടത്തോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തത്. സിഗ്നൽ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ പറത്തിയത് ആ ഒരു ഭാഗത്തേക്ക് ഡ്രോൺ പോവും. പിന്നെ നമ്മൾ ആ ഡ്രോൺ തിരക്കി പിന്നെ ബൈക്കിൽ പിന്നെ സർവീസ് റോഡിൽ കൂടി തന്നെ തിരിഞ്ഞു പോകേണ്ടി വരും. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങോട്ട് മാറ്റി ഡ്രോൺ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ പോയത്. അപ്പോൾ നമ്മൾ ചേർത്തല കഴിഞ്ഞ് എക്സ്റ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. കുറേ കൂടി പണികൾ അധികം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലകം ഭാഗം കഴിഞ്ഞ് നേരെ 11 മൈൽ ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത്, ഈ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് അവിടെ തൂണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി പോസ്റ്റ് വെച്ചിരിക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അത് പുതിയൊരു അപ്ഡേറ്റാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 11 മൈലിലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. കുറേ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണിട്ട് തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതിന് കുറേ മണ്ണിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ചുമന്ന മണ്ണും കൊണ്ടുവന്ന് അടിച്ച് നികത്തുന്നുണ്ട്. അങ്ങനെ കുറേ കൂടി മണ്ണ് കൊണ്ട് ഏകദേശം ഒരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. 11 മൈൽ വരുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, മുമ്പോട്ട് പോകുന്ന വഴിക്ക് കുറേ കൂടിയൊക്കെ പണി പുരോഗമിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു മാസം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതിയത് 2 ആഴ്ച ആയതേ ഉള്ളൂ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഒരു മാസത്തോളം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിന് ശേഷമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 11 മൈൽ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിരുന്നു ആദ്യം ടാർ ചെയ്തിരുന്നത്. പിന്നെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ GSB ഒക്കെ ഇട്ട് വരുന്ന പണി നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലും ഇപ്പം ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടിപ്പോൾ അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ക്രാഷ് ബാരിയറുടെ ഇടയ്ക്കായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റും സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേയൊക്കെ മാറ്റങ്ങൾ ഈ ഒരു സ്ഥലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കായിട്ടുള്ള മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികൾ ഇനി പുരോഗമിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ പണികളാണ് ഇനി വരാനുള്ളത്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നുള്ള ഒരു അണ്ടർപാസ് നമ്മൾ 11 മൈൽ കഴിഞ്ഞേച്ച് പിന്നെ നേരെ തിരുവിഴ ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത്. പിന്നെ നമ്മൾ പായ്ത്തറയൊക്കെ ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു എക്സിറ്റ് എൻട്രി പോയിൻറ്റ്, അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഗ്യാപ്പ് കിടക്കുന്ന ഭാഗം ഒരു അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു എക്സിറ്റ് പോയിൻറ്റും എൻട്രി പോയിൻറ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ മുമ്പോട്ട് വരികയാണ്. നമ്മൾ നേരെ തിരുവിഴ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇടയ്ക്കായിട്ടുള്ള ഒരു റോഡിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടിപ്പം അവിടെ ആ ഒരു ഭാഗത്തായിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറേയൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സൈഡിലുമായിട്ട് അവർ ആ ചെറിയ വാൾ ബ്രിക്സ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ്. തിരുവഴ കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിച്ചുകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ തിരുവിഴ അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് ഭാഗത്ത് പഴയ റോഡ് നിൽക്കുന്നത് പൊളിച്ചു മാറ്റാനായിട്ട് ബാക്കിയുണ്ട്. പിന്നെ നമ്മളതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ഇടത്തേ സൈഡിൽ
സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദൂരം വരെ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കായിട്ടുള്ള ഭാഗത്തായിട്ടുള്ള പ്രധാനപ്പെട്ട ആറുവരി പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നീളത്തിലായിട്ട് ടാറിംഗ് വർക്കുകൾ നേരത്തെയും കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിനി നേരെ മുമ്പോട്ട് കണിച്ചുകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം രണ്ട് സൈഡിലും കുറച്ചൊക്കെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റിന് പോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുമ്പോട്ട് ഇനി പണി നടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിച്ചുകുളങ്ങര അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഇനിയിപ്പം ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. നമ്മൾ അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുമ്പോട്ട് വരുന്ന വഴിക്ക് വലത്തെ സൈഡിൽ ഇപ്പം പുതിയതായിട്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇപ്പം അതുവഴിയാണ് വാഹനങ്ങളിപ്പം എറണാകുളം ഡയറക്ഷനിലോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് ബാക്കിയുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഇടത്തെ സൈഡിലിപ്പം സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തി വിടാത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഇപ്പം ടാറിംഗ് വർക്കുകൾ കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇടത്തെ സൈഡിലുള്ള ഭാഗത്തായിട്ട് തന്നെ GSB ഇട്ട് നികത്തി വരുന്ന പണിയും വലത്തെ സൈഡിലായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പം ഇത്രത്തോളം ടാറിംഗ് വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്ത് മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണി പുരോഗമിക്കാനുണ്ട്. രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൽ നിന്നും പിന്നെ നമ്മുടെ പഴയ റോഡിലോട്ട് മെർജായിട്ടാണ് പോകുന്നത്. പഴയ റോഡ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത് ഇപ്പം പകുതിയോളം പൊളിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വലത്തെ സൈഡിലുണ്ടായിരുന്ന ഭാഗത്ത് കുറേയൊക്കെ കൂടി മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പം കുറച്ച് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലത്തെ സൈഡിൽ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം AS കനാൽ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ആ ഒരു പൈല് നമുക്കിപ്പം കാണാൻ പറ്റും. കുറേയൊക്കെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പാലമാണ് വരുന്നത്. ഇവിടെ ഇപ്പം അത്യാവശ്യം കുറച്ച് ഹൈറ്റിലായിട്ടായിരിക്കും റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ ഈ ഒരു പാലത്തിൻ്റെ ഇപ്പോൾ AS കനാൽ കടന്നു പോകുന്ന പാലത്തിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം എന്താണ്ട് ഈ ഒരു ഭാഗത്ത് ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉയരത്തിലായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കയറ്റം പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ വരുന്നത് SL പുരം കഞ്ഞിക്കുഴി വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഇതിനിടയ്ക്കായിട്ടുണ്ടായിരുന്ന നമ്മുടെ പഴയ റോഡ് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പം മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ SL പുരം കഞ്ഞിക്കുഴി വരുന്ന ഭാഗത്തായിട്ട് പണി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ആ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്ന വഴിക്കും പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. പഴയ റോഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ദൂരം വരെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇടത്തെ സൈഡിൽ കണ്ട് ഈ ഒരു സർവീസ് റോഡിൻ്റെയും ആ പൊളിച്ചു മാറ്റി കളഞ്ഞതിൻ്റെയും ഇടയ്ക്കായിട്ട് പുല്ലൊക്കെ കുറേ കിളിച്ച് ഇപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ ചെറിയ വാൾ ബ്രിക്സ് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിഞ്ഞ് കുറച്ചും കൂടെ ഒതുക്കിയിട്ട് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. നേരെ നമ്മൾ പിന്നെ SL പുരം കഴിഞ്ഞിട്ട് നേരെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് കളിത്തട്ട് വളവനാട് ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ കൂടി പണി പുരോഗമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ GSB ഇട്ട് കുറേയൊക്കെ നികത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് കൂടുതലും കൊണ്ടുവന്ന് ഈ റെഡിമെയ്ഡായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പാർട്സ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് കുറേയൊക്കെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി നേരെ വളവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളവനാട് അണ്ടർപാസിൻ്റെയും പിന്നെ ഈ ഒരു SL പുരം കഴിഞ്ഞേച്ച് വരുന്ന ഭാഗത്ത് താണ്ട് ഈ ഒരു സ്ഥലത്തായിട്ട് കുറേ നാളായിട്ട് നല്ലോണം ആക്റ്റീവായിട്ടുള്ള പണിയില്ലാതിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടിമുടി മാറ്റങ്ങൾ ഈ ഒരു ഏരിയയിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മുമ്പോട്ട് വരുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ടാറിംഗ് വർക്കുകളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി കുറേ കൂടി മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വളവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സ്ഥലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഡ്രൈനേജിൻ്റെ പണി വലത്തെ സൈഡിൽ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കുറേ കൂടി ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്, പണിയിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വളവനാട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തൊക്കെ GSB ഒക്കെ ഇട്ട് നികത്തിയെടുത്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം വളവനാട് അണ്ടർപാസിൻ്റെ മുകളിലായിട്ട് തന്നെ ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഫ്രിക്ഷൻ സ്ലാബൊക്കെ വെച്ചതിന് ശേഷം ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് വരുന്ന ഭാഗത്ത് അവിടെ ക്രാഷ് ബാരിയറുടെ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തും ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇനി ആ ഒരു ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിയാനുണ്ട്. ഇടയ്ക്കായിട്ട് ഇനി മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികളും പുരോഗമിക്കാനുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പിന്നെ അണ്ടർപാസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയ പണികളൊന്നും പിന്നെ വേറെ പുരോഗമിച്ചിട്ടില്ല. ഇതിനി പല സ്ഥലത്തോട്ടും എടുത്ത് മാറ്റി വെക്കാതെ പണികളൊന്നും പുരോഗമിക്കത്തില്ല. ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. പക്ഷേ അതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കൃപാസനം പള്ളി വരുന്ന ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിൽ കുറച്ച് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പണി വലത്തേ സൈഡിലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് GSB ഒക്കെ ഇട്ട് നികത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പം ടാറിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലത്തേ സൈഡിൽ. പഴയ റോഡ് ഇനി പൊളിച്ചു മാറ്റി കളയേണ്ട പണികളൊക്കെ പുരോഗമിക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ പള്ളിയിലോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ഇനി മാറ്റി പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നിങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇടത്തേ സൈഡിലായിട്ട് പാർക്കിംഗ് സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് താണ്ടി പുരോഗമിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇത്രത്തോളം പണി പുരോഗമിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിലോട്ടൊക്കെ ക്രോസ് ചെയ്ത് പോകേണ്ടവർക്ക് വലിയ ഉപകാരമാവും. നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ചേർത്തലയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കലവൂർ അണ്ടർപാസ് വരുന്ന ഭാഗം, കലവൂർ ജംഗ്ഷൻ. അപ്പം ആ ഒരു അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം കുറേ കൂടി പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കലവൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരുന്നത്. ടാറിംഗ് വർക്കുകളുടെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടില്ല. കുറേ കൂടി പണികൾ പുരോഗമിച്ചിരിക്കുന്ന ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്. അങ്ങനെ ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയൻ വരുന്ന ഭാഗത്തെ മീഡിയൻ്റെ വർക്കുകളും പിന്നെ രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ട് പുരോഗമിക്കാനുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്ന വഴിക്ക് ഇടത്തേ സൈഡിലായിട്ട് 3 വരിക്കായിട്ടുള്ള ഭാഗത്തായിട്ട് തന്നെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിൽ GSB ഒക്കെ ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മളൊരു വീഡിയോ ചേർത്തല മുതൽ ആലപ്പുഴ വരെയുള്ള ചെയ്യുമ്പം ഈ ഒരു ഭാഗത്തായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ടാറിംഗ് വർക്കുകൾ ഫിനിഷ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്രത്തോളം ഫാസ്റ്റിലായിട്ടാണ് KCC ബിൽകോൺ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞ് വെച്ച് നേരെ ഇനി വലിയ കലവൂർ അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വലിയ കലവൂർ അണ്ടർപാസ് വരുന്ന ഭാഗത്തോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കായിട്ട് വരുന്ന ഭാഗത്തെ ടാറിംഗ് വർക്കുകളും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ നേരത്തെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം പണി എന്തുവാ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കായിട്ട് വരുന്ന ഭാഗത്തായിട്ടുള്ള മീഡിയൻ വരുന്ന ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ദാണ്ട് ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബാറൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ കുറച്ച് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇടയ്ക്കായിട്ട് മീഡിയൻ വരുന്ന ഭാഗത്തെയൊക്കെ കുറച്ച് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റും വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന സമയത്താണ്ട് ഇവിടെ വരെയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിപ്പം നോക്കുമ്പോൾ അവിടെ ഒരു വാഹനം കിടപ്പുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്നത് മുമ്പോട്ട് ഇനി കോൺക്രീറ്റ് ചെയ്ത് ചിലപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നേരെ നമ്മൾ മുമ്പോട്ട് ഇനി വലിയ ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ നാണ്ട് ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. പിന്നെ പണികൾ പിന്നെ ഈ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തും നടക്കാനുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇടയ്ക്കായിട്ട് തന്നെ മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികൾ പുരോഗമിക്കാനുണ്ട്. മീഡിയൻ വരുന്ന ഭാഗത്തെ പണി പുരോഗമിക്കാനുണ്ട്. രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകളൊക്കെ പുരോഗമിക്കാനുണ്ട്. അങ്ങനെ പണികൾ ഒരുപാട് ഇനിയും ബാക്കി കിടക്കുകയാണ്. പണികളും ഇങ്ങൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പോസ്റ്റൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മീഡിയൻ വരുന്ന ഭാഗത്ത് കണ്ട ഈ ഒരു അണ്ടർപാസിൻ്റെ കൃത്യം മുകൾ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്കായിട്ടൊരു മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് തന്നെ 2 പോസ്റ്റ് നിൽപ്പുണ്ട് KCBയുടെ.
ഇപ്പോൾ ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, അതിനി എടുത്ത് മാറ്റേണ്ടതൊക്കെ ആയിട്ടുള്ള പണികൾ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു വല്യകലൂര് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദൂരം വരെയൊക്കെ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ്. പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. പണി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണവും പിന്നെ ഇടയ്ക്കായിട്ട് ക്രാഷ് ബാരിയർ വരുന്ന മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വല്യകലൂര് അണ്ടർപാസ് കഴിഞ്ഞു, അതിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞു, അതിൻ്റെ എക്സിറ്റും കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാപ്പള്ളി അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്ന ഭാഗത്തേക്കാണ് വരുന്നത്. വല്യകലൂര് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അണ്ടർപാസ് ഉള്ളത് പാതിരാപ്പള്ളി ഭാഗത്തായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് വരികയാണ്. പറയത്തക്ക രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ കുറച്ചൊക്കെ പണി നടന്നിട്ടുണ്ട്. പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ നമുക്കിപ്പോൾ 2 സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തെ പണി, അതായത് കോൺക്രീറ്റ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ ക്രാഷ് ബാരിയർ വരുന്നത്. ഫ്രിക്ഷൻ സ്ലാബ് വെച്ച് കഴിയുമ്പോഴാണ് ക്രാഷ് ബാരിയർ ഉണ്ടാവുന്നത്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മീഡിയൻ വരുന്ന ഭാഗത്തെ പണി പുരോഗമിക്കാനുണ്ട്. നമുക്കിപ്പം അണ്ടർപാസിൻ്റെ ആ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രമായിട്ടാണ് മീഡിയൻ ചെയ്തിരിക്കുന്നത്. അതെല്ലായിടത്തും അതേപോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇടയ്ക്ക് ഇവിടെയും നമുക്ക് നോക്കിയിട്ട് മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികൾ പുരോഗമിക്കാനുണ്ട്. 2 സൈഡിലെയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്, കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കായിട്ട് പിന്നെ ആദ്യത്തെ ലെയർ ടാറിങ് വർക്കുകളും കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. പാതിരാപ്പള്ളി കഴിഞ്ഞിട്ട് പിന്നെ നേരെ പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. പൂങ്കാവ് അണ്ടർപാസ് കഴിഞ്ഞു, അതിൻ്റെ എക്സിറ്റ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഒരു എക്സിറ്റ് എൻട്രി പോയിൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുമ്പോട്ട് പൂങ്കാവ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ പൂങ്കാവ് അണ്ടർപാസ് എത്തുമ്പം ഇവിടെ നമ്മളിപ്പം കാണുന്ന ഭാഗത്തായിട്ട് തന്നെ മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് വേണ്ടിയിട്ടുള്ള കമ്പികൾ ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കോൺക്രീറ്റിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. മാത്രമല്ല അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞാണ്. ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കുമ്പം അവിടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞാണ്, പക്ഷേ അവർ എന്തോ മണ്ണ് കൊണ്ടുവന്ന് അതിൻ്റെ മേളിൽ കൊണ്ടുവന്നിട്ട് നികത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാണ്ടെ പൂങ്കാവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുമ്പോട്ട് പോകുമ്പം ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ പണി കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പകുതിയോളം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ അവിടെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. GSB ഒക്കെ ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പം മിക്കവാറും ഇവിടുത്തെ ടാറിങ് വർക്കുകളും കഴിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിൽ പിന്നെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയൊന്നും പുരോഗമിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയോളം കണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിക്കുന്നത് കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുന്നത്. 1 മാസം പൂർണ്ണമായിട്ടും പണി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പം കാണുന്നതിനേക്കാൾ കൂടുതൽ പണി പുരോഗമിച്ചേനെ. അങ്ങനെ നമ്മൾ നേരെ തുമ്പോളി അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലായിട്ട് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അണ്ടർപാസുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് കുറേ നാളിന് മുമ്പേ KCC ബിൽക്കോൺ പൂർത്തിയാക്കിയതാണ്. അങ്ങനെ കൂടുതലായിട്ട് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് കൊമ്മാടി ഭാഗത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊമ്മാടി ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് കയറിയാണ് പിന്നെ ആലപ്പുഴ നഗരത്തിലോട്ടും വലത്തോട്ട് ആലപ്പുഴ ബൈപ്പാസിലോട്ടും കൊല്ലം തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ വലത്തോട്ട് കയറിയാണ് പോകേണ്ടത്. ആലപ്പുഴ നഗരത്തിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ടുമാണ് പോകേണ്ടത്. ഇവിടെ സിഗ്നലൊന്നുമില്ല, അവനവൻ തന്നെ കൺട്രോൾ ചെയ്തിട്ട് വേണം പോകാൻ. ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം, നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടത്തെ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും ചെറിയ വാൾ ബ്രിക്സ് ഉപയോഗിച്ച് മണ്ണൊക്കെ ഇട്ട് നികത്തി വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ കൊമ്മാടി ഭാഗത്തെയും കളർകോടിൻ്റെയും അണ്ടർപാസിൻ്റെ അടിയിലത്തെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ കാണിച്ചു തരാം. അത് പിന്നെ നമ്മൾ നേരെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പണികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഇത്രത്തോളം ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു എക്സിറ്റ് എൻട്രി പോയിൻ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസ് വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. അപ്പം കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയറും ചെയ്ത്
കാത്തിരിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും.